എല്ലാവർക്കും നമസ്കാരം. ദലമർമരങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിദ്ധാർത്ഥൻ. ഞാൻ ഹെൽത്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. ഏകദേശം 20 വർഷത്തോളം ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പല ജില്ലകളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കൂടുതലും ഞാൻ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നമുക്കൊരു ഭീഷണിയായി തീരാൻ സാധ്യതയുമായിട്ടുള്ള വിഷയമാണ്. എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്, പക്ഷേ ആരും ഗൗനിക്കുന്നില്ല. അതാണ് അതിലുള്ള പ്രശ്നം. പല തലങ്ങളിൽ, പല വേദികളിൽ, പല മഹനീയ വ്യക്തികൾ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഭരണകർത്താക്കൾക്ക് അനക്കമില്ല. അതാണ് സത്യാവസ്ഥ. ഞാൻ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ മെഡിക്കൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്തിൽ വികസനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുന്നോട്ട് വെച്ച ഒരാശയമാണ്, അന്നത്തെ കാലത്ത്, അതായത് 2003-2005 കാലഘട്ടത്തിൽ നമ്മളെ വിവാഹ സൽക്കാരങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് കപ്പുകളായിരുന്നു. പ്ലാസ്റ്റിക് കപ്പുകൾ. ഈ പ്ലാസ്റ്റിക് കപ്പുകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റിക് കപ്പുകൾ ഉപയോഗം കഴിഞ്ഞെങ്കിൽ വലിച്ചെറിയുക. അത് ഭൂമിയിൽ അങ്ങനെ നൂറ്റാണ്ടുകളോളം കിടക്കും, ഒന്നും നശിച്ചു പോകില്ല. അപ്പോൾ നമ്മളെ ഭൂമിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാനന്ന് പറഞ്ഞു, ഈ വിവാഹ സൽക്കാരങ്ങളിൽ പ്ലാസ്റ്റിക് കപ്പുകൾ ഉപയോഗിക്കുന്ന കാറ്ററിംഗ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ ആ വിവാഹ സൽക്കാരം നടത്തുന്ന ആ ഓഡിറ്റോറിയം ഗ്രൂപ്പിനും കൂടുതലായിട്ടുള്ള ചാർജ് ഏർപ്പെടുത്തണം. അതായത് ഇപ്പോൾ ഒരു ഭക്ഷണത്തിന് ഏകദേശം 100 രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നതെങ്കിൽ, പ്ലാസ്റ്റിക് കപ്പാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 125 രൂപ ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് അത് ഉയർത്തണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് കപ്പ് ഒഴിവാക്കിക്കൊണ്ട് അവർ ഈ പേപ്പർ കപ്പ് ഉപയോഗിക്കുകയും അതുമൂലം നമുക്ക് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താനും സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ആ പഞ്ചായത്തിലെ ഭരണാധികാരികൾ ഇതെല്ലാം ആദ്യമേ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഉഗ്രനാശയമാണ്, നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, വെരി ഗുഡ്, കൺഗ്രാലേഷൻസ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് പാടി പുകഴ്ത്തി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവർക്ക് ആർക്കും ആ രീതിയിൽ അവർക്ക് ഈ കാറ്ററിംഗുകാർക്കോ അതുപോലെ തന്നെ ഓഡിറ്റോറിയംകാർക്കോ നിരക്ക് ഉയർത്താൻ അവർ തയ്യാറായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോക്കൽ ബോഡി പോലും സ്വന്തമായിട്ട് ഒരു ജനങ്ങൾക്ക് കൂടുതൽ പൈസ ബാധ്യത വരുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പഞ്ചായത്ത് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ടാക്സ് ഇങ്ങനെ കൂടുതൽ പൈസ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അടുത്ത ഇലക്ഷനിൽ തീർച്ചയായിട്ടും വോട്ട് അവർ നമുക്ക് തരില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ മൂലമാണ് അവർ ചെയ്യാത്തത്. പക്ഷേ അത് അവരുടെ മണ്ടത്തരമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ജനങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ട് എന്താണ് ഭൂമിക്കും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് ജനങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജനം എതിര് നിൽക്കില്ല. അത് ജനത്തിൻ്റെ ഒരു രീതിയാണ്. അത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ ആ നിയമം നടപ്പാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ചെയ്യില്ല. അതാണ് സത്യാവസ്ഥ. അവർ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കോടതി പറയട്ടെ, എങ്കിൽ മാത്രമേ ഞങ്ങളത് ചെയ്യുള്ളൂ. ആ രീതിയിലാണ് ഈ ലോക്കൽ ബോഡി ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാട്. മനസ്സിലായി. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും തലമുറകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. പക്ഷേ നമ്മളുടെ ഭരണകർത്താക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിലാണ് പല ഭരണകർത്താക്കളും ഭരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇത് പാടില്ല. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും നിങ്ങൾ നടപടിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഈ ഇടയ്ക്ക് ഞാൻ 2 വിവാഹ സൽക്കാരങ്ങളിൽ പോയിരുന്നു. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് പ്ലാസ്റ്റിക് കപ്പാണ് വെള്ളം കൊടുക്കാനും പായസം വിളമ്പാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഓരോ കുപ്പി വെള്ളമാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഏകദേശം 200 250 ml കൊള്ളുന്ന ഓരോ കുപ്പി വെള്ളം, അതായത് പൊട്ടിക്കാത്ത കുപ്പി മിനറൽ വാട്ടർ ബോട്ടിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതിൻ്റെ ഉപയോഗത്തിന് ശേഷം ഇതെല്ലാം കൊണ്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യുന്നു, അല്ലെങ്കിൽ വല്ല തോട്ടിലോ അല്ലെങ്കിൽ വല്ല പുഴയിലോ കുളത്തിലോ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കടലിൽ കൊണ്ട് തള്ളുകയോ ചെയ്യുന്നു. അതാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമുക്കും ഭാവി തലമുറയ്ക്കും വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇത് തടയുന്നില്ല? എന്താണ് ഗ്ലാസ്സിൽ കൊടുത്താൽ, വെള്ളം കൊടുത്താൽ എന്താ കുഴപ്പം? എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഈ അതിൻ്റെ പരിശുദ്ധി കൊണ്ടാണോ ഈ മിനറൽ വാട്ടറിൽ ഇങ്ങനെ കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നത്? അല്ല, അതൊരു ഫാഷൻ, അതായത് ഒരു സ്റ്റൈലാണ്. അതായത് ഇന്നത്തെ ഒരു ഫാഷനാണ് ഈ മിനറൽ വാട്ടർ കുപ്പിയിൽ വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് തടയേണ്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് നമ്മളെ ഭരണകർത്താക്കൾ ഇങ്ങനെ അപ്ഡേറ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്ഡേറ്റ് ആവാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങളൊരു ഒന്ന് ശുഷ്കാന്തി കാണിക്കുക. ബാക്കി എന്തെങ്കിലും ആവട്ടെ, മനസ്സിലായി. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലെങ്കിലും നിങ്ങളൊരു കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഇത് പ്ലാസ്റ്റിക് കുപ്പികൾ കല്യാണത്തിന് വെള്ളം കൊടുക്കാനും മറ്റും എടുക്കുന്ന നടപടി ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം ഏതെല്ലാം തലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാവരും കേൾക്കും. നല്ലതാണ്, നല്ല ആശയമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം പറയും. പക്ഷേ ഇതൊന്നും നടപടിയിലേക്ക് വരുന്നില്ല. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ഭരിക്കാനാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഇതൊന്നും ഭാവി തലമുറയെ കൂടി നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം, മാറിയേ പറ്റൂ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആകുക, നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓരോ രാജ്യങ്ങളിൽ എന്തെല്ലാമാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. കുറച്ചെങ്കിലും ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഒരു +2 ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവർക്കെല്ലാം ഈ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ നടപടിയിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ദയവേത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങളൊരു നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.